ഫോട്ടോ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഇതായിപ്പോട്ടെ, വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ലെന്ന് പറയാൻ. ഫോട്ടോസ് എടുക്കണമെങ്കിൽ പിന്നെ എന്താ വീഡിയോസ് എടുത്താലും അങ്ങനെ ഒരു ഇത്. ഫോണും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ? ഗൈസ് എന്നെ അകത്ത് കയറ്റിയില്ല, അകത്ത് വീഡിയോ എടുക്കാനായിട്ട് അവർ സമ്മതിച്ചില്ല. ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്, ഇവിടെ ഒക്കെ കറക്റ്റ് ഏരിയയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഉണ്ടോ ദരിയ ദൗലത്ത് ബങ്ക് കണ്ടോ, അതാണ് മ്യൂസിയവും. ഈ ദരിയ ദൗലത്ത് ബങ്ക് എന്ന് പറയുന്നത് മ്യൂസിയവും അതേപോലെ തന്നെ ഗാർഡനും ഇല്ലേ, ഗ്രീൻ ഗാർഡനും കൂടി ചേർന്നിട്ടാണ്. അതായത് ആ സമയത്ത്, അതായത് 1784 ഇത് ഈ പാലസ് രൂപകൽപ്പന ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം ഒരു ഗാർഡൻ എന്ന രീതിയിൽ കൊണ്ടുവന്ന മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പണിയിപ്പിച്ച്. അപ്പോൾ നമ്മൾ നേരെ എൻട്രിയിലേക്ക് പോകും. നമ്മുടെ അകത്തോട്ട് പോയി അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ക്യാമറ എടുക്കാൻ ചിലപ്പോൾ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ പണി പറയാൻ. ഇതാണ് നമ്മുടെ ദരിയ ദൗലത്ത് ബങ്ക് എന്ന് പറയുന്നത്. ഇതാണ് ഗാർഡനും കാര്യങ്ങളും കണ്ടോ. പാലസിൻ്റെ ഫ്രണ്ടേജാണ് ഈ കാണുന്നത്, ഫ്രണ്ട് ഏരിയയാണ് ഈ കാണുന്നത്. ജസ്റ്റ് ഒരു ഗോപുരവും കാര്യങ്ങളൊക്കെ ആണ്. ഇതിൻ്റെ അകത്തേക്ക് കയറി അതിനകത്തേക്ക് പോകാൻ പോയാണ്. ഇതൊരു വലിയൊരു ഇതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ഈ പാലസിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ ഫലകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഉള്ളത് പെയിൻറ്റിങ്സും അതേപോലെ തന്നെ സ്കൾപ്ചേഴ്സും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഇതിൻ്റെ അകത്ത്. ഗാർഡൻ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി, എല്ലാം നല്ല ഇതായിട്ട് കണ്ടോ. ഗാർഡൻ ഏരിയ ആണ്. കനോണും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ. യുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന കനോൺസ് ഉണ്ട്. കല്ല് അടക്കം വെച്ചിട്ടുണ്ടാവും. പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വന്തം തന്നെ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടാവും. ചുമരിൽ എഴുതി വെച്ചിരിക്കും, ചുമരിൽ വരച്ച് വെച്ചിരിക്കുന്നു. അതായത് ഈ ഒരു പ്രദേശമൊക്കെ ടിപ്പു സുൽത്താൻ വന്നതിന് മുന്നേ തന്നെ ഹൈദർ അലി എന്നും പറഞ്ഞിട്ട് പുള്ളിയുടെ അധീനതയിലായിരുന്നു മൈസൂർ. അത് കഴിഞ്ഞ് ടിപ്പു സുൽത്താൻ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ മൈസൂർ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട മൈസൂർ പാലസും കാര്യങ്ങളില്ലേ, അവിടെ നമ്മൾ വടിയാർ ഡൈനാസ്റ്റിയുടെ കുറച്ച് ശേഷിപ്പും കാര്യങ്ങളും നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ അവരെ കീഴടക്കിയിട്ട് ആ ഭാഗം മൈസൂർ കീഴടക്കുകയാണ് ചെയ്തത്. വടിയാർ ഷെയ്ഖ് ഹുസൈൻ. എന്നെ അകത്ത് കയറ്റിയില്ല, അകത്ത് വീഡിയോ എടുക്കാനായിട്ട് അവർ സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ ഫോട്ടോസാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. എല്ലാ ഏരിയയിലുള്ള എല്ലാ മുക്കുമൂലയും ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് ഞാൻ ഇതായിട്ട് ഇനി ഇതിൻ്റെ വീഡിയോയിലൊരു ക്ലിപ്പായിട്ട് പിക്ചേഴ്സ് മാത്രം വെച്ചിട്ട് ഒരു കൊളാഷല്ല, ഒരു സ്ലൈഡ് ഷോ പോലെ വീഡിയോസ് ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാൻ വേറെ നിവൃത്തിയൊന്നുമില്ല, കാരണം അവർ എടുക്കണ്ടെന്ന് പറഞ്ഞു.
വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഇതായിപ്പോട്ടോ, വീഡിയോസൊന്നും എടുക്കാൻ പാടില്ലെന്ന് പറയാൻ. ഫോട്ടോസ് എടുക്കണമെങ്കിൽ പിന്നെ എന്താ വീഡിയോസ് എടുത്താലും അങ്ങനെ ഒരു തോന്നി. അപ്പോൾ കാഴ്ച ഞാനിവിടെ നിന്ന് ഇനി ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ്. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇവിടെ വെച്ച് ഞാൻ കുറച്ച് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയൊക്കെ നിങ്ങൾ നമ്മുടെ മൈസൂർ ഏരിയക്കില്ലേ, ആദ്യമൊക്കെ വോഡയാർ ഡൈനാസ്റ്റിയുടെ ഭാഗമായിരുന്നു. പിന്നീട് ഹൈദരാലി ആയിരുന്നു ആദ്യം ഇവിടെ ഭരിച്ചിരുന്നത്. അതായത് ശ്രീരംഗപട്ടണത്ത് ഹൈദരാലി ഇവിടെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഹൈദരാലിക്ക് ശേഷം വന്നാണ് ടിപ്പു സുൽത്താൻ. അങ്ങനെ വോഡയാർ ഡൈനാസ്റ്റിനെ പരാജയപ്പെടുത്തിയിട്ട് കീഴടക്കിയതാണ് മൈസൂർ കീഴടക്കുന്നത്. അതിൻ്റെ കുറച്ച് ഇതൊക്കെ ഇവിടെ മോണ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഡൈനാസ്റ്റിയുടെ ഇത് വന്നിട്ടാ. അപ്പോൾ വാഡയാർ ആദ്യം നമ്മൾ മൈസൂർ പാലസ് നമ്മൾ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ വടയാറിൻ്റെ നമ്മൾ ഒരുപാട് ഡൈനാസ്റ്റിയുടെ അവിടുത്തെ രാജാക്കന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോസ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവർ ടിപ്പു സുൽത്താനും മൈസൂർ കീഴടക്കുന്നതും ഈ ഒരു എൻ്റയർ സൗത്ത് ഇന്ത്യ വരെ അതായത് വ്യാപിച്ച് കിടന്ന ഒരു വലിയൊരു ഡൈനാസ്റ്റി ആയിരുന്നു ടിപ്പു സുൽത്താൻ്റെ. ഹൈദരാലി ഉണ്ടായിരുന്ന സമയത്ത് ഇത്രയധികം കോൺഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ടിപ്പു സുൽത്താനോടുകൂടിയായിരുന്നു പ്രോമിനൻ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു കോൺകറിങ് ടെൻഡൻസി കൂടിയിട്ടുണ്ടായിരുന്നു. സുൽത്താൻമാരിൽ ടിപ്പു സുൽത്താൻ മാത്രമായിരുന്നു അതുണ്ടായിരുന്നത്. അത് സൗത്ത് ഇന്ത്യ വരെ നീണ്ടു നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ദൗലത്ത് ബാങ്ക് ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ ഡീറ്റെയിൽസ്. ഇപ്പോൾ അതിനകത്ത് അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രോബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഫോട്ടോസാണ് കൂടുതൽ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെച്ചിട്ടൊരു ക്ലിപ്പ് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം വീഡിയോ എടുത്ത് തുടങ്ങിയായിരുന്നു. പക്ഷേ അത് അവർ സെക്യൂരിറ്റി കാണുകയും അത് പിന്നീട് പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് കാരണം എടുക്കാൻ പറ്റിയില്ല. ഇനി അത് കാരണമാണ് ഫോട്ടോസ് വെച്ചിട്ടൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ പിന്നെ അടുത്ത ദിവസം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ശ്രീരംഗപട്ടണം അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകുമ്പോൾ ഇപ്പോൾ പരമാവധി ബസ്സിന് തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത ദിവസം എങ്ങനെ ഉണ്ടാവും, ബസ്സിന് പോകുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ കാണിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എന്തൊക്കെ വിശേഷങ്ങളാണ് കാണുന്നുള്ള അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ജോയിൻ ചെയ്യാണ്. എല്ലാവർക്കും അപ്പോൾ നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഓക്കെ, ബൈ.